നമസ്കാരം. ലോകം ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ഹമാസിൻ്റെ തടവിൽ നിന്ന് മോചിക്കപ്പെട്ട ബന്ദികൾ എന്തു പറയുന്നു എന്നറിയാൻ. 3 സ്ത്രീകളാണ് കഴിഞ്ഞ ദിവസം ഹമാസ് തടവിൽ നിന്ന് ധാരണപ്രകാരം മോചിപ്പിക്കപ്പെട്ടത്. നേരത്തെയും പലരും പുറത്തു വന്നിരുന്നു എങ്കിലും അവർ പറഞ്ഞതിനേക്കാൾ ക്രൂരമായ സംഭവങ്ങളാണ് ഇവരിൽ നിന്ന് ഇപ്പോൾ വിദേശ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത്. ശരിക്കും ഒരു നരക ജീവിതമായിരുന്നു ഹമാസ് തടവിൽ തങ്ങൾ നയിച്ചിരുന്നത് എന്നാണ് ഇവർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും തങ്ങൾ കൊല്ലപ്പെടാം എന്നൊരു അന്തരീക്ഷം ഹമാസ് തീവ്രവാദികൾ തങ്ങൾക്ക് മുന്നിൽ സൃഷ്ടിച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ഞങ്ങൾ വധിക്കും, അതിന് മുന്നറിയിപ്പ് കാണില്ല എന്ന രീതിയിലുള്ള താക്കീതുകൾ പലപ്പോഴും ലഭിച്ചിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല, ഒരിക്കലും ഒരു സ്ഥലത്തും സ്ഥിരമായി ഇവരെ താമസിപ്പിച്ചിട്ടില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. സ്ഥലം അറിയാത്തത് കൊണ്ട് തന്നെ എങ്ങോട്ടേക്കാണ് തങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഇവർക്ക് യാതൊരു ധാരണയും ഇല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ മനുഷ്യർക്ക് സമയത്തിന് ഭക്ഷണമോ വെള്ളമോ ഒന്നും തന്നെ നൽകുന്ന കാര്യത്തിൽ ഇവർ യാതൊരു തരത്തിലുമുള്ള ദയാദാക്ഷിണ്യവും കാട്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത്. ആളുകളെ പരമാവധി പട്ടിണിക്കിടുന്നതും ഇവരുടെ രീതിയായിരുന്നു. ഈ മോചിക്കപ്പെട്ട 3 സ്ത്രീകളും പറയുന്നത് കഴിഞ്ഞ 15 മാസമായി, അതായത് 2023 ഒക്ടോബർ 7 ഹമാസിൻ്റെ പിടിയിലായതിനു ശേഷം തങ്ങൾ പകൽ വെളിച്ചം കണ്ടിട്ടില്ല എന്നാണ്. ഇരുട്ടുമുറികളിലാണ് ഇവരെ പാർപ്പിച്ചിരുന്നത്. പലപ്പോഴും ഇവർ തങ്ങളെ കൂട്ടത്തോടെയാണ് ഓരോ മുറികളിൽ നിന്ന് താമസിപ്പിച്ചിരുന്നതെന്നാണ് ബന്ദികൾ പറയുന്നത്. അവിടെ മതിയായ യാതൊരുവിധ സംവിധാനങ്ങളുമില്ലായിരുന്നു. പലരും മരിക്കുന്നതായി തങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. ഇവരുടെ സംസാരങ്ങളിൽ നിന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ അവർ ഏറ്റവും ദുരിതം അനുഭവിച്ച ഒരു മേഖലയായിരുന്നു രോഗങ്ങൾ വരുമ്പോൾ. അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ പലരെയും ഇവർ അവഗണിക്കുന്നതാണ് പതിവ്. മരുന്ന് പോലും കൊടുക്കുന്ന പതിവും ഇവർക്കില്ലായിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം വിട്ടയക്കപ്പെട്ട 3 വനിതകളിൽ 2 പേരുടെ ശരീരത്തിൽ വെടിയേറ്റിരുന്നു. ഇവരെ ഹമാസിൻ്റെ ക്യാമ്പിലെത്തിച്ചതിന് ശേഷം അനസ്തീഷ്യ പോലും നൽകാതെ സർജറി നടത്തിയാണ് വെടിയുണ്ട പുറത്തെടുത്തത് എന്നാണ് ആ സ്ത്രീകൾ പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും ക്രൂരമായ രീതിയിലാണ് ഹമാസ് തീവ്രവാദികൾ സ്ത്രീകളോട് പെരുമാറുന്നത് എന്നാണ് ഇപ്പോൾ മോചിതരായ സ്ത്രീകളും പറയുന്നത്. പലപ്പോഴും സ്ത്രീകളെ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുന്ന സംഭവങ്ങളും ഈ ഹമാസ് തീവ്രവാദികളുടെ ക്യാമ്പുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ബന്ദികൾ സ്ത്രീകളോ കുട്ടികളോ പ്രായമായവരോ രോഗികളോ ഒക്കെ ആകട്ടെ യാതൊരു തരത്തിലുമുള്ള മാനുഷിക പരിഗണനയില്ലാതെ അങ്ങേയറ്റം ക്രൂരമായിട്ടാണ് ഹമാസ് തീവ്രവാദികൾ തങ്ങളോട് പെരുമാറിയിരുന്നത് എന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, പലപ്പോഴും ഹമാസ് നേതാക്കൾക്ക് മറയായി, അഥവാ ഇസ്രായേൽ സൈന്യം ആക്രമിക്കാൻ എത്തിയാൽ തങ്ങളുടെ മുന്നിൽ മറയായി നിർത്തി കൊല്ലാൻ അവർ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ ശ്രമിച്ചിരുന്നു എന്നും പലരും പറയുന്നുണ്ട്. ഇപ്പോൾ 33 ബന്ദികളെയാണ് ആദ്യഘട്ടമായി വിട്ടയക്കും എന്ന് ഇസ്രായേലും ഹമാസും തമ്മിൽ ധാരണയായിട്ടുള്ളത്. ഇതിൽ 3 പേരെയാണ് വിട്ടയച്ചത്. അടുത്ത ശനിയാഴ്ച 4 പേരെ വിട്ടയക്കും എന്നാണ് കരുതപ്പെടുന്നത്. ബന്ദികളാക്കപ്പെട്ടവരിൽ 8.5 മാസം പ്രായം മാത്രമുണ്ടായിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ്റെ സഹോദരനായ ഒരു 3 വയസ്സുകാരനുണ്ടായിരുന്നു. അന്നത്തെ 8.5 മാസം പ്രായക്കാരന് ഇന്ന് 2 വയസ്സ് കൂടുതൽ പ്രായം വരും. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു അവൻ്റെ പിറന്നാളും. പക്ഷേ മോചിപ്പിച്ചവരുടെ കൂട്ടത്തിൽ അവരുടെ പേരില്ലായിരുന്നു. എന്നാൽ നേരത്തെ അവരുടെ ചിത്രങ്ങളും പട്ടികയിലുമൊക്കെ തന്നെ ഒരു പേരുണ്ടായിരുന്നുവെങ്കിലും ആദ്യഘട്ടത്തിൽ ഇവരെ ഒന്നും കാണുന്നില്ല. ആ കുട്ടികൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും ഉറപ്പില്ല. ഹമാസ് നൽകിയ പട്ടികയിൽ പെടുന്ന എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇസ്രായേലും കരുതുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2023 ഒക്ടോബർ 7 1000-ലധികം പേരെ വധിക്കുകയും 250 പേരെയാണ് അന്ന് തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് 2023 തന്നെ നവംബറിൽ ഏതാണ്ട് 105ഓളം തടവുകാരെ അല്ലെങ്കിൽ ബന്ദികളെ അന്ന് മോചിപ്പിച്ചിരുന്നു. പകരമായി ഇസ്രായേൽ ജയിലുകളിലുള്ള ഫലസ്തീൻ തടവുകാരെയും വിട്ടയച്ചിരുന്നു. ഇസ്രായേലുകാരായ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുന്നത് പോലെ ഇതിന് സമാന്തരമായി ഇസ്രായേൽ ജയിലുകളിലുള്ള ഹമാസ് തീവ്രവാദികളെയും ഇസ്രായേൽ മോചിപ്പിക്കുന്നുണ്ട്. ഇതിന് ശക്തമായ പ്രതിഷേധം ഇപ്പോഴും ഇസ്രായേൽ ഉയരുന്നുണ്ട്. കാരണം നിരവധി കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയ അതിഭീകരന്മാരായ തീവ്രവാദ നേതാക്കളാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. ഇവർ നാളെ പുറത്തിറങ്ങി വീണ്ടും തീവ്രവാദ പ്രവർത്തനം ആരംഭിക്കില്ല എന്ന് ആർക്കും യാതൊരു തരത്തിലുള്ള ഉറപ്പ് നൽകാൻ കഴിയുകയില്ല. കൂടാതെ ഗാസയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന യാഹ്യ സിൻവറിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവർ, അയാൾ ഇപ്പോഴും പല ഭാഗങ്ങളിലും വീണ്ടും ഹമാസിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതായും ആരോപണം ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സ്വതന്ത്രരാക്കിയ ഈ 3 സ്ത്രീകളും പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് അവരോട് കാട്ടിക്കൂട്ടിയിരുന്നത്. ഈ മനുഷ്യരാണെന്നുള്ള പരിഗണന പോലും നൽകാതെ ഇരുട്ടുമുറികളിലിട്ട് പൂട്ടാനും അനസ്തീഷ്യ പോലും നൽകാതെ ശരീരത്തിൽ ഓപ്പറേഷൻ നടത്താനുമൊക്കെ ഇവർ മുതിർന്നെങ്കിൽ അത് ക്രൂരമായ പ്രതികാര ബുദ്ധിയുടെ തന്നെ മറ്റൊരു ഭാവമായിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. ഇസ്രായേലുകാരെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഒന്ന് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾ ഇവിടെ അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസം ഈ 3 പേരും പറയുന്നത് തങ്ങളെ മോചിപ്പിക്കാൻ കൊണ്ടുവരുന്ന വേളയിൽ പോലും
തങ്ങളെ ഇവർ കൊല്ലുമോ എന്ന് സംശയിച്ചിരുന്നു എന്നാണ്. കാരണം പല ഭാഗങ്ങളിലും ആയുധമേന്തിയ തോക്കുകളുമായി ഹമാസ് തീവ്രവാദികൾ വലിയ മുദ്രാവാക്യ വിളികളുമായി ഇവർക്ക് അകമ്പടി സേവിച്ചിരുന്നു. വഴിയിലെങ്ങാനും വെച്ച് തങ്ങളെ വീണ്ടും ഇവർ ആക്രമിക്കുമോ അല്ലെങ്കിൽ കൊല്ലുമോ എന്ന സംശയം പോലും തങ്ങൾക്കുണ്ടായിരുന്നുവെന്നും അങ്ങനെ എന്തോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ട് പുറം ലോകത്തേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് എത്തിച്ചേർന്നത് എന്നുമാണ് ഇവർ പറയുന്നത്. ഏതായാലും ഇനിയുള്ള കാലത്ത് ഹമാസിന് ഇനി തലയുയർത്താൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. എങ്കിലും അവശേഷിക്കുന്ന ഹമാസിനെ കൂടി ഇല്ലാതാക്കിയാൽ മാത്രമേ ഇസ്രായേൽക്കാർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുകയുള്ളൂ.